കൊട്ടേഷനാണ് നിങ്ങൾ ഒരു കസ്റ്റമേഴ്സിന് എക്സിക്യൂഷന് മുമ്പേ, മറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ, സൈറ്റ് വർക്കിന് മുമ്പേ അയക്കുന്ന ഫസ്റ്റ് കീ. അതുകൊണ്ട് കൊട്ടേഷൻ എങ്ങനെ പ്രൊഫഷണലായി നിങ്ങൾ അയക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എത്ര പ്രൊഫഷണൽ ആണ്, നിങ്ങളുടെ പ്രോസസ് എന്താണ്, എത്ര സ്ട്രക്ചർഡ് ആണ്, പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര സീരിയസ് ആണ് എന്നൊക്കെ കാണിക്കും. പക്ഷേ മോഡുലാർ കൊട്ടേഷൻ വരുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ടൈം എടുക്കും. കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൽ ലോട്ട്സ് ഓഫ് മോഡ്യൂൾസ്, ഫിനിഷേഴ്സ്, ഹാർഡ്വെയർസ്, വേരിയേഷൻ ഒക്കെ ഉണ്ട്. എൻഡ്ലെസ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. നിങ്ങൾ ഇത് എക്സലിൽ ചെയ്യുന്നു എങ്കിൽ ആൾറെഡി നിങ്ങൾക്ക് അറിയാം ആ പെയിൻ. ഫോർമുലാസ് ബ്രേക്ക് ആക്കും, ഫോർമാറ്റിംഗിന് ടൈം എടുക്കും, റിവിഷൻ ചെയ്യാൻ വളരെ ടൈം എടുക്കും. നിങ്ങളുടെ ടീം ഹവേഴ്സ് സ്പെൻഡ് ചെയ്യും ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷേ അതിന്റെ എഫക്ട് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ കുറവ് കൊട്ടേഷൻ അയക്കുമ്പോൾ ക്ലയന്റ് കൺവേർട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി കുറവാകും. അപ്പോ നിങ്ങൾ എത്ര അധികം കൊട്ടേഷൻ അയക്കുന്നു, അതും എഫിഷ്യന്റ് ആയി പ്രൊഫഷണൽ ആയി ചെയ്യുന്നു, അത്രയും നിങ്ങളുടെ ഗ്രോത്ത് ഫാസ്റ്റ് ആകും. അതിനുവേണ്ടി ആണ് ഞങ്ങൾ ഡിസൈലോയിൽ കൊട്ടേഷൻ 2.0 വിൻഡോ ബിൽഡ് ചെയ്തത്. ഇവിടെ നിങ്ങൾ സിമ്പിൾ ആയി മൊഡ്യൂൾസ് സെലക്ട് ചെയ്യാം, ഫിനിഷസ് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് ടിക്ക് ചെയ്യാം, സിസ്റ്റം തന്നെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഇതിനെ കൂടുതൽ പവർ ആക്കുന്നത് ഞങ്ങൾ റീസെന്റ്ലി ലോഞ്ച് ചെയ്ത പ്രീസെറ്റ്സ് ആണ്. പ്രീസെറ്റ്സ് ജസ്റ്റ് ആഡ് ഓൺസ് അല്ല, പ്രീസെറ്റ്സ് നിങ്ങൾക്ക് അലൗ ചെയ്യും റീഡിഫൈൻഡ് ആയി എല്ലാ മൊഡ്യൂൾസ് കോമ്പിനേഷൻ സെറ്റ് ചെയ്യാൻ, ഡിഫറെന്റ് ഹാർഡ്വെയർസ്, ഡിഫറെന്റ് മൊഡ്യൂൾസ്, എന്ത് ഷട്ടർസ് യൂസ് ചെയ്യണം എന്നൊക്കെ എല്ലാം സ്ട്രക്ചർഡ് ആയി. ഇപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് കൊട്ടേഷൻ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ക്ലിക്ക് പ്രീസെറ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ എൻടയർ കൊട്ടേഷൻ റെഡി ആവും സെക്കൻഡ്സിൽ. ഹായ്, ഞാൻ ആദിത്യനാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കും ഡിസൈലോയിൽ പ്രൊഫഷണൽ മോഡുലാർ കൊട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് നമ്മുടെ റീസെന്റ്ലി ലോഞ്ച് ചെയ്ത മോഡുലാർ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത്. പ്രീസെറ്റ്സ് എങ്ങനെ നിങ്ങളുടെ ടൈം ഡ്രാസ്റ്റിക്കലി കുറയ്ക്കാനും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും എന്നതും കാണിക്കും. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഈ വീഡിയോ 4 പാർട്ടായി ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് പാർട്ടാണ് മൊഡ്യൂൾസും കാറ്റഗറീസും. അതിനായി നമ്മൾ സെറ്റിംഗിൽ പോണം. സെറ്റിംഗ് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇവിടെ മോഡുലാർ കാറ്റലോഗ് ഉണ്ട്. ആ ഓപ്ഷനിൽ പോകുമ്പോൾ നമ്മളിപ്പം മോഡുലാർ കാറ്റലോഗ് എടുക്കുക. ഇതൊരു കാറ്റലോഗാ. ഇതിനകത്ത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള 300+ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ പുതിയ യൂസറാ, നിങ്ങൾക്ക് എങ്ങനെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി നിങ്ങൾ ഈ ക്രിയേറ്റ് കാറ്റലോഗിൽ പോവുക. ഇവിടെ ഇപ്പം ഞാനൊരു സാമ്പിൾ പേര് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഇവിടെ ക്രിയേറ്റ് ആയി. പക്ഷേ ഈ കാറ്റലോഗിനകത്ത് ഐറ്റം ഇല്ല. ഇതിനകത്ത് നമുക്ക് ഐറ്റം ഒന്നെങ്കിൽ നമ്മുടെ ലൈബ്രറിയിലുള്ള 300+ ഐറ്റംസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാം. അതിന് നിങ്ങൾ ഈ ഇമ്പോർട്ട് ഓപ്ഷനിൽ പോയിട്ട് മോഡുലാർ കാറ്റലോഗ് സെലക്ട് ചെയ്യാൻ ഇമ്പോർട്ട് കൊടുക്കുക. കുറച്ച് ടൈം പിടിക്കും. നിങ്ങൾക്ക് കാണാം 300+ മൊഡ്യൂൾസ് ഇതിനകത്ത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുക. ഇവിടെ ഈ ഐറ്റമിനകത്ത് നിങ്ങൾക്ക് കാണാം കാറ്റഗറി, അതിന്റെ കോഡ്, ഐറ്റമിന്റെ പേര്, പിന്നെ ഡയമെൻഷൻ കാണാം നിങ്ങൾക്ക്, വിഡ്ത്, ഹൈറ്റ്, ഡെപ്ത്, പിന്നെ ഷട്ടേഴ്സ്, സെൽഫ്സ്, ഹാൻഡിൽസ്, ഹിഞ്ചസ്, പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. പിന്നെ അതുകൂടാതെ ഈ സെറ്റിംഗിൽ പോയാൽ നിങ്ങൾക്ക് കാണാം മാർജിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഒബ്ജക്റ്റിന് നിങ്ങൾക്ക് മാർജിൻ കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം, ടാക്സ് കൊടുക്കാം, HSN കോഡ് കൊടുക്കാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഈ ലിസ്റ്റിലല്ല, നിങ്ങൾക്ക് ഇനി പുതിയ ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഐറ്റമിൽ പോയിട്ട് നിങ്ങൾ ഏതാണോ ഐറ്റമിന്റെ ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ, കാറ്റഗറി, സബ് കാറ്റഗറി, എന്നിട്ട് അതിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ, എന്നിട്ട് സെറ്റിംഗിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഐറ്റമിന് മാർജിനോ ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ലിസ്റ്റിനകത്ത് വരും. അതല്ല, നിങ്ങൾക്കിപ്പം ബൾക്ക് ആയിട്ടുള്ള ഐറ്റം ഉണ്ട്. അപ്പം നിങ്ങൾ ഈ 3 ഡോട്ട്സിൽ പോയിട്ട് ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ കാറ്റഗറി, സബ് കാറ്റഗറി, കോഡ്, ഡിസ്ക്രിപ്ഷന്, ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെയും ഈ 3 ഡോട്ടിൽ പോയിട്ട് ഇമ്പോർട്ട് എക്സൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഇപ്പം ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അത് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഇതിനകത്ത് വരും, ഈ ലിസ്റ്റിനകത്ത്. അങ്ങനെ നിങ്ങൾക്ക് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഐറ്റംസ് ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കാറ്റഗറി. കാറ്റഗറി മറ്റൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ ഈ കാറ്റലോഗിനകത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ ഒരു ഐറ്റം എടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം കാറ്റഗറി, അതിന്റെ എന്താന്ന് വെച്ചാൽ ഈ കാറ്റഗറി അതിന്റെ സബ് കാറ്റഗറി ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാറ്റഗറിന്റെ പേര് കൊടുത്തിട്ട് അതിന് സബ് കാറ്റഗറി ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്ത് പോയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും ലിസ്റ്റിനകത്ത്. നെക്സ്റ്റ് ആണ് കോമ്പോണന്റ്സ്.
നിങ്ങളുടെ കേസിൽ ഇതെല്ലാം ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ കേസ് ഇതുപോലെ ബ്ലാങ്ക് ആയിരിക്കും. ജസ്റ്റ് ഇമ്പോർട്ടിൽ പോവാ. അപ്പൊ എല്ലാ ഓപ്ഷനും ആഡ് ആവും. ഇനി ഞാൻ ഓരോന്ന് ഓരോന്ന് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് കാർക്കസ് ആണ്. നിങ്ങളുടെ ഇതില് കാർക്കസും ഷട്ടറും ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ്. കാർക്കസിൽ ബോക്സ് പ്രൈസ് ഉണ്ട്. ഇതിൽ ഹൈറ്റ്സും വിഡ്ത്സും മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. ബോർഡ് പ്രൈസിൽ 5 സൈഡ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഷട്ടർ ഫ്രണ്ട് ഒഴിച്ച്. ഷെൽഫ്സിൽ ഹൊറിസോണ്ടൽ ആണ്, പാനൽസ് വെർട്ടിക്കൽ ആണ്. ഇവിടെ പ്രൈസ് സ്ക്വയർ ഫീറ്റിൽ ഡിഫൈൻ ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ ബാക്ക് പാനൽ. ബാക്ക് പാനൽ പ്രൈസ് സെപ്പറേറ്റ് ആണ്. കാരണം അത് തിൻ ആയിരിക്കും. അതിന്റെ റേറ്റ് കുറവായിരിക്കും. പിന്നെ ഡ്രോവർ പ്രൈസ് ഫിക്സ്ഡ് പ്രൈസ് ആണ്. ഉദാഹരണം ഒരു ബ്രാൻഡഡ് ഡ്രോവർ സിസ്റ്റം 3000 റുപ്പീസ് ആണെങ്കിൽ അത് ഫിക്സ്ഡ് ആയി ആഡ് ചെയ്യാം. പിന്നെ മാർജിൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മാർജിൻ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് ഷട്ടേഴ്സ്. ഷട്ടറിൽ ഡിഫറെന്റ് ഫിനിഷസ് ബ്രാൻഡ്സ് ഉണ്ട്. 2 ടൈപ്പ് പ്രൈസ് ഉണ്ട്. നോർമൽ പ്രൈസ് പിന്നെ വിസിബിൾ പ്രൈസും. വിസിബിൾ പ്രൈസ് എന്നത് കോർണർ പോലെ വിസിബിൾ സൈഡിൽ യൂസ് ചെയ്യും. അടുത്തതായി ഞാൻ പറയുന്നത് ഡ്രോവർ സെക്ഷൻ. ഡ്രോവർ സെക്ഷനിൽ ഹാർഡ്വെയർ ആക്സസറീസ് ആഡ് ചെയ്യാം. ബ്രാൻഡ്സും ഡിസ്ക്രിപ്ഷനും പ്രൈസും കൊടുക്കാം. പിന്നെ ഉള്ള ഹാൻഡിൽസും ഹിഞ്ചസും. ഹാൻഡിൽസിന് പ്രൈസ് ഫിക്സ്ഡ് ഉണ്ട്. ഹിഞ്ചസിനും അതുപോലെ തന്നെ. പിന്നെ ഉള്ള ആഡ് ഓൺസ് ആണ്. ആഡ് ഓൺസ് എന്നത് എക്സ്ട്രാ ഐറ്റംസ് ആണ്. ഉദാഹരണം ഷട്ടർ 500 റുപ്പീസ് ആണ്. ആഡ് ഓൺ 100 റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ 600 ആവും. ആക്സസറീസിൽ ഡിഫറെന്റ് ഐറ്റംസും പ്രൈസിംഗും ആഡ് ചെയ്യാം. എഡ്ജ് ബാൻഡിൽ ഡിഫറെന്റ് ടൈപ്സ് ഡിഫൈൻ ചെയ്യാം. ഡിഫോൾട്ട് ആയി 2 ഉണ്ട്. പ്രൈസിംഗ് RFT റണ്ണിംഗ് ഫീറ്റിലാണ്. ഇപ്പോൾ നമ്മൾ കാറ്റലോഗ് എന്താണ്, കമ്പോണന്റ്സ് എന്താണ്, മൊഡ്യൂൾസ് കാറ്റലോഗിൽ ഉള്ളത് എന്താണ് എന്നൊക്കെ കവർ ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് പ്രീസെറ്റ്സ്. സോ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്റെ മൊഡ്യൂളിന്റെ വോൾ ക്വാളിറ്റി ആസ്പെക്ട് ഞാൻ സെറ്റ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിന് ഈ പ്ലസ് ക്രിയേറ്റീവ് പോയിട്ട് ഞാൻ ഇപ്പോൾ പേര് കൊടുക്കുക കിച്ചൺ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ കിച്ചണിനകത്ത് ഷട്ടർ ഞാൻ കൊടുക്കാൻ പോവാ. ഈ ഷട്ടറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് എഡ്ജ് ബാൻഡ് അതും ആഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ആഡ് ഓൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ആഡ് ഓൺസ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത കർക്കസ്. ഇതിനകത്ത് നിങ്ങൾ ഏത് മെറ്റീരിയൽ ആണോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ SDMR എടുക്കുന്നത്. അതിന്റെ എഡ്ജ് ബാൻഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ആഡ് ഓൺസ് ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കാം. പിന്നെ ഇവിടെ വിസിബിൾ സൈഡ്സ് ഉണ്ട്. ബൈ ഡിഫോൾട്ട് ഷട്ടർ ഫ്രണ്ടിൽ മാത്രമാണ്. പക്ഷേ റൈറ്റ് സൈഡ് വിസിബിൾ ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഉണ്ട് വിസിബിലിറ്റി കോൺഫിഗറേഷൻ ഉണ്ട്. അത് അഡീഷണൽ പാനലും ഇന്റഗ്രേറ്റഡ് കാർക്കസ് ഉണ്ട്. അപ്പൊ അഡീഷണൽ പാനൽ എന്ന് വെച്ചാൽ കാർക്കസിന് മുകളിൽ ഷട്ടർ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇന്റഗ്രേറ്റഡ് കാർക്കസ് എന്ന് വെച്ചാൽ കാർക്കസ് റിപ്ലേസ് ചെയ്ത് ഷട്ടർ ഇന്റഗ്രേറ്റഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം തിൻ ബാക്ക് പാനലും റെഗുലർ പാനൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ തിൻ പാനൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്ത ഞാൻ പറയുന്നത് ഡ്രോവേഴ്സിനെ കുറിച്ചാണ്. ഡ്രോവറിൽ നമുക്ക് കാണാം പെർ യൂണിറ്റും പെർ ബോർഡും. പെർ യൂണിറ്റ് 2000 3000 പോലെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ പെർ ബോർഡിനകത്ത് ആക്കി കസ്റ്റമൈസ് ചെയ്യാം. വിഡ്ത്, ഹൈറ്റ്, ഡെപ്ത് ഡിഫൈൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഡ്രോവർ ടൈപ്പ്. അത് ഫുൾ ബോഡിയും ഉണ്ട് ബേസ് ബാക്ക് ഉണ്ട്. ഫുൾ ബോഡിയിൽ എല്ലാ സൈഡ്സും മെറ്റീരിയലും യൂസ് ചെയ്യും. ബേസ് ബാക്ക് ബോട്ടം ഫ്രണ്ട് ബാക്ക് മെറ്റീരിയൽ ആണ്. സൈഡിൽ മെക്കാനിസം ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാം പ്ലേസ്മെന്റ് ഡ്രോവറിന്റെ ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റേണലും ഇന്റർണലും കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഡയറക്റ്റ് ഓപ്പൺ ചെസ്റ്റ് ഓഫ് ഡ്രോവർ പോലെ. പിന്നെ ഇന്റർണലില് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് അകത്ത് ഡ്രോവർ വാർഡ്രോബ് പോലെ. എക്സ്റ്റേണൽ സെലക്ട് ചെയ്താൽ ഷട്ടർ പ്ലസ് എഡ്ജ് ബാൻഡ് സെപ്പറേറ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്യും. ഇന്റർണൽ സെലക്ട് ചെയ്താൽ ഷട്ടർ പ്ലസ് എഡ്ജ് ബാൻഡ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കാണാം ഹാൻഡിൽസ്. കിച്ചണിൽ യൂസ്വലി പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹിഞ്ചസ് ഉണ്ട്. ഹിഞ്ചസ് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ്. പിന്നെ ആക്സസറീസ് ഇപ്പം വുഡൻ പ്ലേറ്റ് എടുക്കാം. പിന്നെ ഇൻസ്റ്റാളേഷൻ റേറ്റ്. ഇപ്പോൾ കിച്ചണിൽ ഹൈ റേറ്റ് സെറ്റ് ചെയ്യാം. ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു 300 എടുക്കുക. എന്നിട്ട് ആഡ് ഇൻസ്റ്റാളേഷൻ റേറ്റ് ടു ഐറ്റം കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലിസ്റ്റിൽ വന്ന് കിടക്കും. ഇതുപോലെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രീസെറ്റ് നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഞാൻ ഈ വാർഡ്രോബ് എടുത്തു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നെയിം, പിന്നെ അതിന്റെ ഷട്ടർ, പിന്നെ അതിന്റെ ഓരോ വിസിബിൾ സൈഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ, ഇഞ്ചസ്, ഇൻസ്റ്റാളേഷൻ റേറ്റ് 200. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രീസെറ്റ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഡിഫറെന്റ് പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്യാം ഡിസോയിലിൽ. പിന്നെ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ കാണിച്ചു തരാം.
സോ, ഇപ്പം നമ്മൾ കാറ്റലോഗ്, കമ്പോണന്റ്സ്, കാറ്റഗറീസ്, പ്രീസെറ്റ്സ് ഒക്കെ കവർ ചെയ്തു. ഇനി നമ്മൾ ക്വട്ടേഷൻ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ പ്രീസെറ്റ്സ് എങ്ങനെ ഹെൽപ്ഫുൾ ആണ് എന്ന് നോക്കാം. സോ, ഞാൻ അതിനായി എൻ്റെ ഒരു ലീഡ് എടുക്കാം. അതിനായിട്ട് ലീഡിൽ പോവാ. ഞാൻ ഇപ്പം എൻ്റെ ഒരു ലീഡ് എടുക്കുവാ. എന്നിട്ട് ക്വട്ടേഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാ. ആഡ് ക്വട്ടേഷൻ എന്നിട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ പേര് എന്തുവാന്നോ അത് കൊടുത്തിട്ട് റെഗുലർ അല്ല നമ്മൾ മോഡുലാർ ക്വട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. മോഡുലാർ കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ക്വട്ടേഷൻ ടെംപ്ലേറ്റിലോട്ട് പോവും. മോഡുലാർ ഐറ്റം ആഡ് ചെയ്യാൻ ആഡ് മോഡുലാർ ഐറ്റമിൽ പോവുക. അപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കിച്ചൺ എടുക്കുക. കിച്ചൺ ഈ കാറ്റഗറി ഞാൻ കിച്ചൺ ബേസ് യൂണിറ്റ് എടുക്കുന്നു. പിന്നെ ഡബിൾ ഷട്ടർ യൂണിറ്റ് എടുക്കുക. നിങ്ങൾക്ക് കാണാം ഇമേജ് വിഡ്ത്, ഹൈറ്റ്, ഡെപ്ത് എല്ലാം വന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി ഇതിനകത്ത് ആഡ് ചെയ്യാം ഷട്ടർ, എഡ്ജ് ബാൻഡ്, ആഡ് ഓൺസ്, കർക്കസ്, ഷെൽഫ്സ്, പാനൽസ്, ഡ്രോവർ, ഹാൻഡിൽസ്, ഇഞ്ചസ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ റേറ്റ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ അപ്ലൈ പ്രീസെറ്റ് നമ്മൾ ഓൾറെഡി സെറ്റിങ്ങിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ആ പ്രീസെറ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ പ്രീസെറ്റിൽ പോയിട്ട് കിച്ചൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത പ്രീസെറ്റ്സിനകത്ത് എല്ലാം ഈ നമ്മളെ ഓൾറെഡി സെറ്റിങ്ങിനകത്ത് ചെയ്തിട്ടുള്ള ആ പ്രീസെറ്റിനകത്തുള്ള എന്തൊക്കെ എൻട്രീസ് ആണോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ആഡ് ആവും. നമ്മുടെ ഈ ക്വട്ടേഷനകത്ത് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാളേഷൻ റേറ്റും എല്ലാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏരിയ, പെരിമീറ്റർ, പ്രൈസ് എല്ലാം കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് വിസിബിൾ പ്രൈസ്, മാർജിന് അതെല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ കർക്കസിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ബോക്സ് പ്രൈസ്, ബോർഡ് പ്രൈസ് അതിന്റെ എല്ലാം പ്രൈസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ പ്രൈസ്, മാർജിന്, ഡിസ്കൗണ്ട്സ് അങ്ങനത്തെ എല്ലാം ഒരു സമ്മറി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. എന്നിട്ട് അങ്ങനെ ഈ പ്രീസെറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെക്കൻഡ്സ് കൊണ്ട് മോഡുലാർ ക്വട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ ആഡ് ഐറ്റം കൊടുക്കുക. അപ്പോൾ ഈ ഐറ്റം ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ക്വട്ടേഷനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു വാർഡ്രോബിന്റെ കൂടെ ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. പിന്നെ ആഡ് മോഡുലാർ ഐറ്റമിൽ പോവുക. ഞാൻ അടുത്ത വാർഡ്രോബ് എടുക്കുക. ട്രിപ്പിൾ ഷട്ടർ എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഞാൻ പ്രീസെറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോവാം. വാർഡ്രോബിനുള്ള പ്രീസെറ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി എല്ലാ എൻട്രീസും ആഡ് ആയിട്ടുണ്ട്. ഷട്ടർ, പിന്നെ ഷെൽഫ്സിന്റെ ഡീറ്റെയിൽസ്, ഡ്രോവേഴ്സ് എന്തൊക്കെയാണോ, ഹാൻഡിൽസ്, ഇഞ്ചസ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ റേറ്റ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് നമുക്ക് ആഡ് ഐറ്റം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പിന്നെയും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മെക്കാനിസം ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ മെക്കാനിസം ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ഐറ്റം കൊടുക്കുക. അപ്പോൾ ഈ ഐറ്റം ആഡ് ആയി. ഇതുപോലെ വളരെ ഈസിയായി മോഡുലാർ ക്വട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു കാൽക്കുലേഷനും ചെയ്തില്ല, ഒരു ഫോർമുലേസും യൂസ് ചെയ്തില്ല. പ്രീസെറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, മോഡ്യൂൾസ് റെഡിയാക്കി ജസ്റ്റ് സെലക്ട് ചെയ്തു, അപ്ലൈ ചെയ്യുക. സെക്കൻഡ്സിൽ ക്വട്ടേഷൻ റെഡി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോളംസിലോ ടൈപ്സിലോ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. കോളംസ് ഇപ്പോൾ ഐറ്റം കോഡ് ആഡ് ചെയ്യണമെങ്കിൽ അത് ഐറ്റം കോഡ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇമേജ് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ഏരിയ വൈസ് ആക്കണമെങ്കിൽ ഏരിയ വൈസ് ആക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് പ്ലാന്, ബാങ്ക് ഡീറ്റെയിൽസ്, ടേംസ് ആൻഡ് കണ്ടീഷൻ അതെല്ലാം കാണാം. ഇതുപോലെയാണ് നിങ്ങൾ മോഡുലാർ കാൽക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസൈലോ മോഡുലാർ 2.0 യൂസ് ചെയ്ത്. ഫാസ്റ്റ് ആയിട്ട്, ക്ലീൻ ആയിട്ട്, എക്സൽ ഹെഡേക്ക് ഇല്ലാതെ. കാൽക്കുലേറ്റർ നിങ്ങളുടെ സെലക്ഷൻ സിംപ്ലിഫൈ ചെയ്യും, പക്ഷേ പ്രീസെറ്റ്സ് ആണ് നിങ്ങളുടെ വർക്ക് ഫ്ലോ ട്രൂലി ട്രാൻസ്ഫോം ചെയ്യുന്നത്. നിങ്ങൾ പ്രീസെറ്റ് സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ടൈം സേവ് ചെയ്യുന്നത് മാത്രമല്ല, പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, ഹ്യൂമൻ എറർസ് കുറയ്ക്കുന്നു, ബിസിനസ് ഓപ്പറേഷൻ സ്കെയിൽ ചെയ്യുന്നു. പിന്നെ കൊട്ടേഷൻ സ്പീഡ് ഡയറക്ട്ലി നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിനെ ഇമ്പാക്ട് ചെയ്യും. നിങ്ങൾ എത്ര ഫാസ്റ്റായി, എത്ര പ്രൊഫഷണൽ ആയി കൊട്ടേഷൻ അയക്കുന്നോ അത്രയും കൂടുതൽ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കൺവേർഷൻ കിട്ടാൻ.